ഇന്നത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അങ്ങനെ അമ്മായിമാരുടെ രാജയോഗം തുടങ്ങുകയാണ്. ധനലക്ഷ്മിക്ക് നല്ല 8ന്റെ പണി വരികയാണ്. ആ എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന കൃഷ്ണൻ കൺമണിയും കൂടി തട്ടുകടയിൽ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, കൺമണിക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി, എനിക്ക് ഒന്നും പറയാനില്ല, ആദ്യം സാറ് തന്നെ പറഞ്ഞോളാൻ പറയുകയാണ്. സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണെന്ന് പറയുകയാണ്. ഇപ്പോൾ സാറിനെ ചീത്ത പറയുകയാണെങ്കിൽ പോലും ഞാനത് ആസ്വദിക്കാറുണ്ടെന്നൊക്കെ പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, സത്യത്തിൽ ഇപ്പോൾ എനിക്ക് വിശന്നിട്ടല്ല ഞാൻ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്ക് കുറച്ചു നേരം സാറിന്റെ ഒപ്പം ഇവിടെ വന്നിരുന്ന് സാറിനോട് കുറച്ചു നേരം സംസാരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറയുകയാണ്. എനിക്ക് പണ്ടൊരു സ്വപ്നമുണ്ടായിരുന്നു സാർ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കൊപ്പം രാത്രി ഇതുപോലെ ചുറ്റിക്കറങ്ങണമെന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞില്ലേ സാർ, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രിയായിരുന്നു. ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി കാട്ടിനകത്ത് എത്തിയപ്പോഴും എനിക്ക് പേടിയേക്കാളും എനിക്ക് സാർ എനിക്കൊപ്പം ഉണ്ടായല്ലോ, അതോർത്തിട്ട് ഉള്ള സന്തോഷമാണ് ഉണ്ടായതെന്ന് പറയുകയാണ് കൺമണി. എന്നാൽ കൺമണിയുടെ ഈ മധുരവാക്കുകളെല്ലാം കേട്ട് കൃഷാകെ സന്തോഷിച്ച് ഇരിക്കുകയാണ്. തുറന്ന് കൃഷ്ണനോട് പിന്നെ കൺമണി പറയുന്നത്, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരോ അല്ല, കാമുകി കാമുകന്മാരോ അല്ല, ചേട്ടനോ സഹോദരനോ സഹോദരിയുമല്ല, എന്തിനെ കൂട്ടുകാര് പോലുമല്ല എന്ന് പറയുകയാണ്. പക്ഷെ സാർ എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് ഒരു തോന്നലുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഇതും കൂടി ആയതോടുകൂടി കൃഷി ആകാശത്തേക്ക് അങ്ങോട്ട് പൊങ്ങുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, കൺമണി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് മഹിയോടും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരിക്കലും അവസാനിക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഇന്നത്തെ രാത്രി പെട്ടെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷിയോട്, അതെന്ത് പറ്റി സാർ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട്, കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ കാര്യം വീട്ടിൽ പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് വരുണുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ എനിക്കത് പറയാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ്. നോക്കിയോ കൺമണി, നാളെ രാവിലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ കൺമണിയുമായിട്ടുള്ള കാര്യം ഞാൻ അവതരിപ്പിക്കും, കൺമണിയെ കല്യാണം കഴിക്കുന്ന കാര്യം ഞാൻ അവതരിപ്പിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ മാനസികയുടെ കാര്യം ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട്, മാനസികമായിട്ട് കല്യാണം ദിവസമൊന്നും നിശ്ചയിച്ചിട്ടില്ലല്ലോ, വെറുതെ കല്യാണം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ഞാനിത് വീട്ടിൽ പറഞ്ഞതിന് ശേഷം മാനസിക ഇത് അറിയിക്കും. മാനസ പിന്നെ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ അലിഗയിൽ ജോലി രാജിവെച്ചുള്ള മെയിൽ അയക്കും. മാനസ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് പോകുമെന്ന് പറയുകയാണ്. അതിനുശേഷം കൺമണി വരുണുമായിട്ടുള്ള കല്യാണമാണ് മുടക്കേണ്ടത്. വരുൺ കൺമണിയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നതിന് വേണ്ടി കുറച്ച് കാശെല്ലാം ചെലവിട്ടിട്ടുണ്ടല്ലോ, ആ കാശെല്ലാം ഞാൻ വരുണ് കൊടുത്ത് വരുണെ കൺമണിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുകയാണ്. ഞാൻ കാശ് വാരി എറിഞ്ഞ് വരുണെ ഒഴിവാക്കുമെന്ന് പറയുകയാണ് കൃഷി. അങ്ങനെ ഞാൻ എന്റെ കൺമണിയെ സ്വന്തമാക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, അങ്ങനെ ഞാൻ കൺമണിയെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കും, പക്ഷെ മറ്റൊരു ബാധ്യത പിന്നെ കൺമണിയുടെ തലയിലാക്കും. ഈ കൃഷി എന്ന ഞാൻ കൺമണിയുടെ തലയിലാകുമെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും രാവിലെ അടുക്കളയിൽ കയറി കാപ്പി ഉണ്ടാക്കുന്നത്. കുട്ടികൾ ഉണ്ടായതിനു ശേഷം നമ്മൾ രണ്ടുപേരും ചേർന്നായിരിക്കും കുട്ടികളെ കുളിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കൃഷി കൺമണിയോട് പറയുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കൃഷി കൺമണിയോട്. എന്നാൽ ഈ സമയത്ത് കൺമണി ഇതെല്ലാം താടിയിൽ കൈ വെച്ചുകൊണ്ട് ഇതെല്ലാം ഭാവനയിൽ കണ്ടിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൺമണി. തുടർന്ന് കൺമണി സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ട് കൃഷി പിന്നെ കൺമണിയോട്, അല്ല കൺമണി ഏത് ലോകത്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി, അയ്യോ സാർ ലേറ്റ് ആയി, ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി വാച്ചിൽ സമയം നോക്കുകയാണ്. ശരിയാണ്, കോഴി കൂവേണ്ട സമയമായി, വേഗം വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൺമണിയെ കാറിൽ കയറ്റി കൺമണി കൂട്ടിക്കൊണ്ട് കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃഷി കൺമണി കൂട്ടിക്കൊണ്ട് ആ കാറിൽ കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃഷി ഡോർ തുറന്നു കൊടുത്ത് കൺമണിയെ ആ കാറിൽ നിറക്കി കൃഷി കൺമണിയുടെ കൈ പിടിച്ച് കൺമണിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ആ പടിക്കെട്ട് എല്ലാം കയറി കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് കൃഷി കൺമണിയെ കൂട്ടിക്കൊണ്ട് കൺമണിയുടെ മുറിയിൽ കൊണ്ട് കിടത്തുകയാണ്. കൺമണിയുടെ മുറിയിലാണ് കൊണ്ട് കിടത്തുന്നത്. തുടർന്ന് മരുന്നെല്ലാം മേശമേൽ വെച്ച് കൃഷി പിന്നെ കൺമണിയോട് ഇതെല്ലാം കൃത്യസമയത്ത് കഴിക്കണമെന്നൊരു ഉപദേശം കൊടുക്കുകയാണ്. എന്നാൽ കൃഷിന്റെ കെയറിംഗ് എല്ലാം കണ്ട് കൺമണിക്ക് കണ്ണ് നിറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട്, എന്ത് പറ്റി കൺമണി, എന്താണ് പ്രശ്നം, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, എന്നെ ഇതുപോലെ കെയർ ചെയ്യാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ എന്ന് പറയുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് കൺമണി. തുടർന്ന് കൃഷി കൺമണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ വയ്ക്കുകയാണ്. കൺമണി എനിക്കുള്ളതാണ്, കൺമണി കൃഷിന്റെ ഭാര്യ ആകേണ്ടവളാണെന്ന് പറയുകയാണ്. എന്റെ ഭാര്യ കൺമണിയാണെന്നൊരു മധുര വാഗ്ദാനമെല്ലാം കൃഷി കൺമണിക്ക് കൊടുക്കുകയാണ്. എങ്കിൽ ശരി കൺമണി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
കൃഷ് കൺമണിയോട് യാത്ര പറഞ്ഞ് ഞെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് കൃഷ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി വീണ്ടും കൃഷ്ണനെ വിളിക്കുകയാണ്. സാർ, എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. തുടർന്ന് കൃഷ് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കൺമണിയോട്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് എന്നെ അലിഗിൽ നിന്ന് പുറത്താക്കിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അയ്യോ കൺമണി, അതൊക്കെ വിട്ടുകളയാൻ ആവശ്യപ്പെടുകയാണ്. കൺമണിയെ കുറിച്ച് അലിഗിക്ക് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ടായി, അതിന്റെ പുറത്ത് ആക്ഷൻ എടുത്തതാണെന്ന് പറയുകയാണ്. കൺമണി ബി ആർ ഗ്രൂപ്പിന്റെ ചാരനാണെന്ന് പറഞ്ഞ് രണ്ടുപേര് ഞങ്ങളെ വിളിച്ചിരുന്നു, എന്നെയും വിളിച്ചു പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ എന്റെ അച്ഛനെയും വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കൺമണിയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ച് കൺമണിയെ പുറത്താക്കിയത്. പിന്നെ ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയെല്ലാം മാറി കൺമണിയെ ഞങ്ങൾ തിരിച്ചെടുത്തു, വീണ്ടും നല്ല പൊസിഷൻ തന്നു, വീണ്ടും തിരിച്ചെടുത്തു എന്ന് പറയുകയാണ്. അതൊക്കെ ഇങ്ങനെ മറന്നേക്കാൻ പറയുകയാണ്. കൺമണിക്ക് ഇനി അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുകയാണ് കൃഷ്. എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ കൃഷ്ണനോട് ആരാണ് ഫോൺ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ് പിന്നെ കൺമണിയോട് അസത്യം പറയുകയാണ്. അച്ഛനെ വിളിച്ച് പറഞ്ഞത് വിദ്യയാണ്, പക്ഷെ എന്നെ വിളിച്ച് പറഞ്ഞത് കൺമണിയുടെ അമ്മായി ധനലക്ഷ്മിയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണിക്ക് അതോർത്തൊന്നും വിഷമിക്കേണ്ട, എന്തായാലും ധനലക്ഷ്മിയുടെ ആട്ടും തുപ്പും കേൾക്കാൻ ഞാൻ കൺമണിയെ ഇവിടെ എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. ധനലക്ഷ്മിയുടെ ഈ നരകത്തിൽ നിന്ന് ഞാൻ കൺമണിയെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ കിടക്കയിൽ കിടത്തി ഉറപ്പുവരുത്തിക്കൊണ്ട് കൃഷി കൺമണിയുടെ നെറ്റിയിൽ വീണ്ടും ഒരു ഉമ്മ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബാത്റൂമിലേക്ക് പോകുന്നതിന് വേണ്ടി സുലോചന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. ഈ സമയത്താണ് കൺമണിയുടെ മുറിയിൽ നിന്ന് കൃഷ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. കൺമണിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരാൾ പോകുന്നത് കണ്ട് സുലോചന പേടിക്കുകയാണ്. കള്ളൻ എന്ന രീതിയിൽ പേടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൃഷ സുലോചനയുടെ മുഖത്ത് നോക്കി മിണ്ടല്ലേ എന്ന് മുഖത്ത് കൈവച്ചുകൊണ്ട് കാണിക്കുകയാണ്. തുടർന്ന് സുലോചന ആകെ പേടിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കൃഷ സുലോചനയുടെ അടുത്ത് പോയിട്ട് വീണ്ടും കൈകൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സുലോചന സാർ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നെ കൊല്ലല്ലേ സാർ, ഞാൻ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് സുലോചന കരയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് വീണ്ടും സുലോചനയുടെ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് സുലോചനയുടെ കൈ പിടിച്ചുകൊണ്ട് കൃഷ് കൺമണിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുലോചനയാകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. തുടർന്ന് കൺമണിയുടെ മുറിയിലേക്ക് സുലോചനയും കൂട്ടിക്കൊണ്ടുവരികയാണ് കൃഷ്. തുടർന്ന് സുലോചനയും കൃഷ്ണയും കണ്ട് കൺമണി വീണ്ടും ഞെട്ടുകയാണ്. തുടർന്ന് കൃഷി പിന്നെ സുലോചനയോട് ഞാൻ ഈ കൺമണിയെ കാണുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. ഞാൻ വരുമ്പോൾ കൺമണിയുടെ തീരെ വയ്യാതെ കിടക്കുകയായിരുന്നു, ഞാൻ കൺമണി കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതാണ്, ഹോസ്പിറ്റലിൽ നിന്ന് കൺമണിയെ തിരിച്ചാക്കി കൊണ്ടുവന്ന് ഞാൻ പോകുന്ന വഴിയാണ്, അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. തെറ്റിദ്ധരിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയുകയാണ്. ഇനിയും വിവരം മറ്റാരും തെറ്റായ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ സുലോചനയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം സുലോചനയോട് പറഞ്ഞതെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സുലോചന പിന്നെ ചിന്തിക്കുന്നത് സാർ എന്തിനാണ് ഞങ്ങളാരും അറിയാതെ കൺമണിയെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നത്, ഇതും ചിന്തിച്ചുകൊണ്ടാണ് സുലോചന നിൽക്കുന്നത്. എന്നാലും ഇത് വല്ലാത്തൊരു അതിശയമായിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് സുലോചന. തുടർന്ന് കൃഷി പിന്നെ സുലോചനയോട് ഈ അതിശയം ഇത് മാത്രമല്ല മറ്റൊരു അതിശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്തിട്ട് സുലോചനയ്ക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുലോചന ഇത് കൈക്കൂലിയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി സുലോചനയുടെ മുഖത്ത് നോക്കി ഒന്നൊരാക്കി ചിരിച്ചുകൊണ്ട് കൺമണിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് കൺമണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൃഷി പിന്നെ സുലോചനയോട് ഞാൻ എന്തിനാ സുലോചനയ്ക്ക് കൈക്കൂലി തരണം എന്ന് ചോദിക്കുകയാണ്. സുലോചന എന്റെ കൺമണിയുടെയും കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, അതിനെ എനിക്ക് എന്തായാലും കൈക്കൂലി തരേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. പിന്നെ ഈ കാശ് ഞാൻ സുലോചനയ്ക്ക് തന്നത് കൈക്കൂലി ആയിട്ടല്ല, ഇത് കൺമണിയെ നോക്കുന്നതിന് വേണ്ടി. കൺമണിക്ക് തീരെ വയ്യ, കാട്ടിലെല്ലാം മലഞ്ഞു തിരിഞ്ഞ് കൺമണിയാകെ ടയേർഡാണ്, പനി ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൺമണിയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഞാൻ സുലോചനയ്ക്ക് തരുന്ന ഒരു അഡ്വാൻസ് ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുലോചനയും കൺമണിയും. തുറന്ന് കൃഷി പിന്നെ സുലോചനയോട് അതുകൊണ്ട് കൺമണിയെ നല്ല വൃത്തിയായിട്ട് നോക്കണം, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ 3 അമ്മായിമാരും ഇനി കൺമണിയെ കുറച്ചു ദിവസം നോക്കുന്നതിന് വേണ്ടി ലീവ് എടുത്തോളാൻ പറയുകയാണ്. ശമ്പളത്തോട് കൂടിയുള്ള ലീവ് എടുത്തോളാൻ പറയുകയാണ്. കൺമണിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകരുത്, രാജകുമാരിയെ പോലെ കൺമണിയെ നോക്കണമെന്ന് കൃഷ്ണ സുലോചനയോട് ആവശ്യപ്പെടുകയാണ്. എന്റെ കൺമണിക്ക് ഇനി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, കൺമണിയുടെ സുരക്ഷ ഇനി നിങ്ങൾ 3 അമ്മായിമാരുടെ കയ്യിലാണ്, കൺമണിക്ക് സുരക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ 3 അമ്മായിമാരാണെന്ന് കൃഷ് സുലോചനയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുലോചന കൃഷിന് വാക്ക് കൊടുക്കുകയാണ്. സാർ ഇനി കൺമണിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കൺമണിയുടെ കാര്യം ഞങ്ങൾ ഏറ്റവും, ഇനി കൺമണിക്ക് ചുറ്റും ഞങ്ങളുണ്ടാകും, കൺമണി ഇനി ഞങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കുമെന്ന് കൃഷിന് ഉറപ്പ് കൊടുക്കുകയാണ് സുലോചന. എന്നാൽ അത് കേട്ട് കൺമണിക്കും കൃഷിന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷി അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സുലോചന ഡബിൾ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. തുടർന്ന് സുലോചന പിന്നെ കൺമണിയോട് ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുകയാണ്, ഗോകുലി പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഇത്രമാത്രം ഒന്നും വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്കത് വിശ്വാസമായിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്റെ സകല ഡൗട്ടും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്, നീയും കൺമണിയും കൃഷി സാറും തമ്മിൽ
സ്നേഹത്തിലാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുലോചന ഈ ഹാപ്പി ന്യൂസ് ബാക്കി രണ്ട് അമ്മായിമാരെ അറിയിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ആകെ കിളി പോയിട്ട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. തുടർന്ന് സുലോചന നേരെ ചെല്ലുന്ന ബാക്കി രണ്ട് അമ്മായിമാരെ അടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ബാക്കി രണ്ട് അമ്മായിമാർ നല്ല ഉറക്കത്തിലാണ്. തുടർന്ന് സുലോചന അവർ രണ്ടുപേരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് ക്രിഡ് സാറ് തന്റെ കയ്യിൽ തന്ന 10,000 രൂപ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ വീശി വെക്കുകയാണ്. തുടർന്ന് ബാക്കി രണ്ടുപേര് അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നിന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രമാത്രം കാശ് എന്ന് ചോദിക്കുകയാണ്. നീ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുലോചന അടിച്ചു മാറ്റിയത് ഇതെനിക്ക് ദൈവം തന്നതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബാക്കി രണ്ടുപേര് കിളി പോയി നിൽക്കുകയാണ്. ദൈവം തന്നതാ, ഇതെന്ത് പിച്ചുമ്പയാണ് പറയുന്നത് ചോദിക്കുകയാണ്. തുടർന്ന് സുലോചന പിന്നെ ബാക്കി രണ്ടുപേരോടും ഗോകുല് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ ദൈവത്തിന്റെ സൈഡാണോ നിൽക്കുന്നത് ചെകുത്താന്റെ ഒപ്പമാണോ നിൽക്കുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ, ദൈവം അപ്പോൾ ആരാണ്? ക്രിഡ് സാറ്. അതെ, ക്രിഡ് സാർ തന്നെയാണ് എനിക്ക് കാശ് തന്നതെന്ന് പറയുകയാണ്. ക്രിഡ് സാർ കുറച്ചു മുമ്പേ ഇങ്ങോട്ട് വന്നിരുന്നു. കൺമണിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴാണ് ക്രിഡ് സാറ് ഞാൻ കണ്ടത്. ക്രിഡ് സാറാണ് എനിക്ക് കാശ് തന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബാക്കി രണ്ടുപേർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കാതെയാണ് നിൽക്കുന്നത്. തുടർന്ന് സുലോചന പിന്നെ ബാക്കി രണ്ടുപേരോടും ഇത് മാത്രമല്ല, നമ്മൾ ഇനി മുതൽ അലിയിൽ ജോലിക്ക് പോകണ്ട എന്ന് പറയുകയാണ്. നമുക്കിനി ലീവാണെന്ന് പറയുകയാണ്, ശമ്പളത്തോടു കൂടിയുള്ള ലീവാണെന്ന് പറയുകയാണ്. എന്നോട് ക്രിഡ് സാർ പറഞ്ഞത് കൺമണിയെ നോക്കാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ്. കൺമണിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണം. കൺമണിയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നമുക്ക് 3 പേർക്കും ലീവ് തന്നിരിക്കുകയാണ്. ഈ 10,000 രൂപ അതിന്റെ ഒരു അഡ്വാൻസ് ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെയാണ് 3 പേര് നിൽക്കുന്നത്, ബാക്കി 2 പേര് നിൽക്കുന്നത്. തുടർന്ന് ശാന്തമ്മ പിന്നെ സുലോചനയോട് അപ്പോൾ ഗോകുല പറഞ്ഞൊക്കെ സത്യം തന്നെയാണല്ലേ, ക്രിഡ് സാറിന് കൺമണിയോട് കടുത്ത പ്രേമമാണല്ലേ, കൺമണിക്ക് പനിയാണെങ്കിൽ ക്രിഡ് സാറിന് പ്രേമപ്പനിയാണെന്ന് പറയുകയാണ്. തുടർന്ന് സുലോചന പിന്നെ ബാക്കി 2 പേരോടും അപ്പോൾ നമുക്ക് ഇനി ഗോകുല് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ കൂടെ കൃഷ്ണന്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. ചെകുത്താനായ വരുണിന്റെ കൂടെ ഇനി നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. നമ്മൾ ഇനി മുതൽ ക്രിഡ് സാറിന്റെ ആളാണ്, ഇപ്പോൾ തന്നെ കൃഷ്ണന്റെ കൺമണിയുടെ ആളാകുന്നതാണ് നമുക്ക് നല്ലത്. ഗോകുല് പറയുന്നത് ശരി തന്നെയാണ്, കൺമണി സിൻഡ്രല തന്നെയാണ്. കൺമണിയെ രക്ഷപ്പെടുത്താൻ വരുന്ന രാജകുമാരനാണ് ക്രിഡ് സാറ്. അതുകൊണ്ട് കൺമണി ക്രിഡ് സാറും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺമണിയായിരിക്കും രാജകുമാരി. അപ്പോൾ പിന്നെ നമ്മൾ ആരാണ്? നമ്മൾ അലികയുടെ കൺമണിയുടെ തോഴിമാരാണെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സുലോചന ഇപ്പോൾ തന്നെ ക്രിഡ് സാറും കൺമണിയും നമുക്ക് മുമ്പിൽ ഇങ്ങനെ, അപ്പോൾ ഇന്നലെ രാത്രി കാട്ടിൽ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്ന സമയത്തുള്ള എങ്ങനെയായിരിക്കും അതും ചിന്തിച്ചുകൊണ്ട് നാണിച്ചു നിൽക്കുകയാണ് 3 അമ്മായിമാരും. തുടർന്ന് സത്യഭാമ എന്തായാലും 10,000 രൂപ നമുക്ക് കിട്ടിയില്ല, നമുക്കത് 3ആയിട്ട് വീതിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 3,333 രൂപ, ബാക്കി 1 രൂപ ഒരു കാര്യം ആ 1 രൂപ സുലോചനയ്ക്ക് ടിപ്പായിട്ട് കൊടുക്കാൻ പറയുകയാണ്. സുലോചനയാണല്ലോ ഈ 10,000 രൂപ ഒപ്പിച്ചത്, അതുകൊണ്ട് ആ 1 രൂപയും കൂടി സുലോചനയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ 3 അമ്മായിമാര് കൺമണിയുടെ അംഗരക്ഷകരായിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.